പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് പരിചയപ്പെടുത്താവേ. നമുക്കിവിടെ മുതൽ തുടങ്ങാം. ഇതൊരു ഹാലപ്പീനോ പേപ്പറാണ്. കുറച്ച് പറിക്കാറായി, കുറേ എല്ലാം പറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. പനിക്കൂർക്ക് ഇവിടെ നിൽപ്പുണ്ട്. കുറച്ച് ഇഞ്ചി ഇതിനകത്ത് ചട്ടിക്കകത്ത് നട്ടതായിരുന്നേ. ഇത് ഒരു പേര, ആ പേരയുടെ പുറകിൽ വേറൊരു പേര ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കാണിക്കാവേ. ഇത് പിങ്ക് പേര ഉണ്ടാകുന്ന പേരയ്ക്ക കേട്ടോ. ഇത് പിങ്ക് പേര ഉണ്ടാകുന്ന പേരയ്ക്ക. അതിൻ്റെ പുറകിൽ ഇത് പൂവമ്മാഴയാണ്. ഇത് പല പ്രാവശ്യം കുലച്ചിട്ടുണ്ട്, പക്ഷേ കുല ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം കുലച്ച് വരുമ്പോഴത്തേക്ക് ഫ്രീസിങ് ആകും, അത് പോവും. ഇത് ചുണ്ടില്ലാക്കണ്ണനാണ്. പിന്നെ ആ നിൽക്കുന്നതും പൂവമ്മാഴയാണ് കേട്ടോ. ഇത് നമ്മുടെ നാരങ്ങ പറിക്കാറായി വരുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള നാരയാണിത്. നാരങ്ങ പറിക്കാറായി വരുന്നേ ഉള്ളൂ. മുരിങ്ങ, കുറച്ച് മുരിങ്ങയ്ക്ക അതിലേക്ക് കിടപ്പുണ്ട്. ഇത് ഒത്തിരി മുരിങ്ങയ്ക്ക ഉണ്ടാകുന്ന ടൈപ്പ് മുരിങ്ങയല്ല കേട്ടോ. അതുകൊണ്ട് ഇത് മാറ്റി വേറെ ഒരു മുരിങ്ങ വെക്കണം എനിക്ക്. ഇത് കുറച്ച് വേറെ ഇഞ്ചി നിൽപ്പുണ്ട്. ഇത് വെള്ളരി കയറി കിടന്ന പന്തലായിരുന്നേ. ഇതിൻ്റെ ബാക്കിയായി 1-2 കുഞ്ഞു വെള്ളരിക്ക് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പാവൽ. അതിങ്ങനെ ഇന്നലെ രാത്രി നല്ല മഴ കിട്ടിയപ്പം അതുകൊണ്ട് വെള്ളം ഉണ്ടില്ല. അവയ്ക്ക് വീണ്ടും പറിക്കാറായിട്ടുണ്ട്, കുറേ കിടപ്പുണ്ട്. സൈഡിൽ മുയൽ കയറാതിരിക്കാനായിട്ടിട്ട ഫെൻസാണ്. അവയ്ക്ക് പഴുക്കുകയും ചെയ്തു. ഇത് നമ്മുടെ കോഴിയാണ്. ഇവർ അത്ര ഫ്രണ്ട്ലി അല്ല ഈ ആറിനതിന് ഈയിടെ മേടിച്ച കേട്ടോ. ഇത് നമ്മുടെ കപ്പ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ 8 ജോഡ് കപ്പ ഇട്ടിരിക്കുന്നു കേട്ടോ. അത് 2 തരത്തിലാണ് ഞാൻ ഇട്ടത്. നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട് വെക്കുന്ന പോലെ നേരെ കമ്പ് കുത്തിയും വെച്ചു, അതുപോലെ തന്നെ കമ്പ് പിടത്തിയിട്ടും വെച്ചിട്ടുണ്ട്. നമുക്കത് പറിക്കുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട് കിടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ചേനത്തോട്ടം, ആ കപ്പയുടെ തൊട്ടിപ്പുറത്തായിട്ടിരിക്കുന്നു കേട്ടോ ചേന. ഇത് സുന്ദരിച്ചേമ്പ്, ഈ തണ്ട് തോരൻ വെക്കുന്നത്. ഇതിൻ്റെ തണ്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല കൂണ് കഴിക്കുന്ന പോലത്തെ അതിൻ്റെ തണ്ട് തോരൻ വെച്ചാൽ കേട്ടോ. ഇത് നല്ല നാടൻ കാന്താരിമുളക്. ഇതുണ്ടോ, നല്ല കുഞ്ഞ് കാന്താരിമുളക്, നല്ല എരിവുള്ള അടിപൊളി മുളകായത്. ഈ കാന്താരിമുളക് അരച്ച് മത്തിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റ് എന്നറിയോ. ഈ മുളക് പൊട്ടിക്കാനുമൊക്കെ നല്ല അടിപൊളിയായി ഈ കാന്താരിമുളക്. ഇത് നമ്മുടെ മഞ്ഞൾ കൃഷിയാണ്. ഇപ്പോൾ പാവയ്ക്കായിലേക്ക് കിടപ്പുണ്ട്. ഇതെല്ലാം പറിക്കുന്ന രാവിലെ. മഞ്ഞൾ കൃഷി നമ്മളിവിടെ മഞ്ഞൾ ഉണങ്ങി പൊടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇഞ്ചി നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ല ഈ മഞ്ഞളിൻ്റെ കഴിഞ്ഞ വർഷത്തിൻ്റെ ചെറിയ വിത്ത് കിടന്നത് കിളുത്ത് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ ഒരു തുളസി നിൽക്കുന്നു. ഇത് ചേമ്പ്. ഇത് നമ്മുടെ കിഴങ്ങ് തോരൻ വെക്കുന്ന, കറി വെക്കുന്ന ടൈപ്പ്. ഈ സാമ്പാറിനകത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി കിഴങ്ങാകും. ഇത് ഈ ചേമ്പിൻ്റെ. ഇവിടെ നിത്യവഴുതന ഉണ്ടായിരുന്നേ. അതിൻ്റെ കാ വീണിട്ട് കിളുത്ത് വന്നിരിക്കുന്നത്. ഇത് മുഴുവൻ നിത്യവഴുതനയുടെ കുഞ്ഞുങ്ങളാണ്. അതിങ്ങനെ കാട് പോലെ കിളുത്ത് വരിക. ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല ഈ നിത്യവഴുതന. അത് കറി വെച്ചിട്ട് ടേസ്റ്റ് വരുന്നില്ല. ഇതുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രോജക്റ്റായിരുന്നത്. ഈ പുതിയൊരു ഗാർഡൻ ബെഡ് ഉണ്ടാക്കിയതാണ്. 4 അടി വീതിയും 12 അടി നീളം. അപ്പം ഇങ്ങനെ ഈ വീതി കുറഞ്ഞ ഗാർഡൻ ബെഡ് ഉണ്ടാക്കിയുള്ള ഗുണം, നമുക്ക് 2 സൈഡിൽ നിന്നും നിന്നുകൊണ്ട് കൃഷി ചെയ്യാം. പുല്ലുമെല്ലാം കിളുക്കുവാണെങ്കിൽ പറിക്കാം. മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഹോളോ ബ്രിക്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ ഓരോ ഹോളിനകത്തും മണ്ണിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഓരോന്നിനകത്തും നമുക്ക് കൃഷി ചെയ്യാം. ഈ മുളകോ അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ ഓരോന്നിനകത്ത് ഓരോ ബീട്രൂട്ടിടാം. ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് ചെയ്യാം നമുക്ക്. ഇത് നമ്മുടെ മൾബറിയാണേ. അറിയില്ല, ഇത് ഇപ്പം 20 വലുതായി ഈ മൾബറി. എന്താ വെച്ചാൽ ഇപ്പം മൾബറിക്ക് പതുക്കെ ഓരോന്നോരോന്നുണ്ടാകുന്നുണ്ട്. അത് വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് ആകുമ്പോഴാണ് ഇത് നിറച്ച് മൾബറിക്ക ഉണ്ടാകുന്നത്. ഇപ്പോൾ കാണാൻ കുറച്ച് പ്രാവശ്യം മൾബറിക്കുണ്ട്. വലിയ വലിപ്പമില്ല ഇപ്പം, പക്ഷേ വിൻ്റർ കഴിഞ്ഞുണ്ടാകുമ്പോൾ ഒരു നല്ലപോലെ വലുപ്പത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് ബ്ലാക്ക് ബെറിയാണ്. ഇത് കുംകോട്ട് എന്ന് പറയുന്ന സൈസ് ഓറഞ്ചാണ്. നമുക്ക് തൊലിയോട് കൂടി തിന്നാൻ പറ്റുന്ന ഓറഞ്ചാണ്. അത് പഴുത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ആ തൊലിയോട് കൂടി നമുക്ക് തിന്നാതെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം. വന്നാൽ ഇത് നമ്മുടെ പീച്ച് ട്രീ. ഇത് നമ്മുടെ പേഴ്സിമൻ. 2 പേഴ്സിമൻ ഉണ്ട് കേട്ടോ. പേഴ്സിമൻ
ഇത് കഴിഞ്ഞ ദിവസം മറ്റേ ഒരു വീഡിയോയ്ക്ക് ഇട്ടിരുന്നു 2 പേരെ, കുറച്ച് പേരൊക്കെ അങ്ങോട്ട് കിടപ്പുണ്ട്. 2 പേര. പിന്നെ ഇവിടെ ഒരു ഫിഗ് ട്രീ വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടുണ്ട്, കിട്ടിയാലായിരിക്കും. ഒരു മാവ് കഴിഞ്ഞ പ്രാവശ്യം ഫ്രീസിങ്ങിൽ അത് പോയായിരുന്നു, പക്ഷേ ബഡിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിന് നോക്കാൻ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന്. ഇത് മാതളനാരം പോമഗ്രാനൈറ്റ്. അപ്പുറത്തൊരു മുന്തിരി നട്ടിട്ടുണ്ട്. ഇത് മുന്തിരിയാണ്. മുന്തിരി അതാ ഞാൻ ഫെൻസേ കൂടെ കെട്ടിവിട്ടിരിക്കുക മുന്തിരി. പിന്നെ ഇത് കരിമ്പ്, നമ്മുടെ കരിമ്പ്. ഇത് നമ്മുടെ പച്ചമുളക് തോട്ടാണ്. ഇതിനകത്ത് നമ്മുടെ കൊമ്പമുളകാണ് മെയിനായിട്ടും. ഈ കൊമ്പമുളക് ഉണങ്ങിയെല്ലാം വെച്ചിട്ടുണ്ട്, ഇനി പൊടിക്കണം. കാണാം മുളക് കിടക്കുന്നു കേട്ടോ. ഇത് അടുത്ത വേറൊരു ടൈപ്പ് കരിമ്പാണ്. ഇത് നമ്മുടെ കോവൽ തോട്ടം ഒന്നും പറയാനില്ല, ഒരു ചൂട് കോവലേ ഉള്ളൂ കേട്ടോ. നല്ല മുഴുത്ത കോവയ്ക്ക കേട്ടോ. ഇതുപോലെ കണ്ടോ, നമുക്ക് കാണാം, അതിൻ്റെ നീളം കാണാണ്ടോ. നല്ല ടേസ്റ്റുള്ള കോവയ്ക്ക അതെ. പിന്നെ ഇവിടെ ഉള്ളി ഈ വർഷം പാകിയതാണ്. ഉള്ളി പതുക്കെ കിളുത്ത് വന്നു. ഇത് നല്ല ഈ കുഞ്ഞുള്ളി, നമ്മുടെ നാട്ടിലെ നാടൻ കുഞ്ഞുള്ളി. ഇത് മിൻറ്റ. ഞാൻ പറഞ്ഞില്ല, ഓരോ ഹോളിനകത്ത് നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞില്ല, അതുപോലെ കൃഷി ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു. അതുപോലെ ഈ ഓരോ ഹോളിനകത്തും ഉള്ളി നട്ടിട്ടുണ്ട്. ഉണ്ടോ, ഉള്ളി കാണാം. ഇന്നലെ ഉള്ളി നട്ടതാണ്. അതുപോലെ ഇതിനകത്ത് ബീറ്റ്റൂട്ട് നട്ടിട്ടുണ്ട്. ബീറ്റ്റൂട്ടൊക്കെ കിളുത്ത് വരാൻ തുടങ്ങി. ഇത് ലെമൺ ഗ്രാസാണ്. ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ വേറൊരു വിധം വലുപ്പമുള്ള ഫിക്ട്രിയാണ്. ഇപ്പം ഫിഗുണ്ട്. ഇത് നമ്മുടെ സർവ്വസുഗന്ധി. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല മണം. നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇറച്ചിക്കറിക്കകത്തും ഇടാൻ പറ്റിയ സാധനമാണ്. ഇത് കപ്പളം, എല്ലാവർക്കും അറിയാവുന്ന പോലെ പപ്പായ, നല്ല ഓമയ്ക്ക. ഇത് കഴിഞ്ഞ് ഫ്രീസിങ്ങിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇത് വെളുത്ത് വന്നത്. പിന്നെ ആലോവേര. ഈ നിൽക്കുന്ന ആലോവേര ഇതിൻ്റെ കുഞ്ഞാണ്. അത് ചട്ടി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അതൊന്ന് വലുതായി. അതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പതുക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഒരു കുരുമുളക്. ഇത് കുറ്റി കുരുമുളകാണ്. ഇതിൻ്റെ തിരി ഉണ്ടായിട്ടുണ്ട്. തിരി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ വർഷം കുഴിച്ച് വെച്ചത്. ഈ വർഷം ആദ്യം കുഴിച്ച് വെച്ചായിരുന്നു. തിരി ഉണ്ടായി വരുന്നുണ്ട്. വരുന്ന വർഷം ആകുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ കരിയാപ്പ് നിൽക്കുന്നുണ്ട്. കരിയാപ്പ്. പിന്നെ ഈ വർഷം കൃഷി ചെയ്യാനായിട്ടുള്ള കുറച്ച് ബ്രോക്കലി കയ്യിലും ഒക്കെ മേടിച്ചുകൊണ്ട് വെച്ചത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്സ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് കിട്ടിയത്. അതൊന്ന് പാകി നോക്കിയിരിക്കുകയാണ്. അത് സക്സസ്ഫുൾ ആകുമോ എന്നറിയത്തില്ല. ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ഏഷ്യൻ പെയർ അല്ലെങ്കിൽ ആപ്പിൾ പെയർ എന്ന് പറയുന്ന സാധനം. നമ്മുടെ നാട്ടിലെ സബർജിലിനോട് ഏകദേശം പഠിച്ച് നിൽക്കും. ഇത് 2 എണ്ണം ഉണ്ടത്. പിന്നെ ഇത് ഒരു ആപ്പിൾ ട്രീ. അത് കഴിഞ്ഞ വർഷം വെച്ചത് ഫ്യൂജി ആപ്പിൾ. ഇത് ആന ആപ്പിൾ. 2 ആപ്പിൾ ട്രീ വെച്ചിട്ടുണ്ട്.